തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. കീഴല്ലൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു. വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ആയതിനാൽ കരുതലോടെയുള്ള വികസന പദ്ധതികൾക്കാണ് ബജറ്റിൽ മുൻതൂക്കം നൽകിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി വനജാക്ഷിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് കാര്യാലയത്തിനു പുതിയ കെട്ടിടം മുതൽ വിവിധ വികസന പദ്ധതികളാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. പുതിയ കെട്ടിടം ഒരുക്കുന്നതിന് 1,25,00,000 നീക്കിവച്ചിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്കായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പഞ്ചായത്തിലെ 16 വാർഡുകളിൽ തരിശുഭൂമിയിൽ കാർഷിക കൂട്ടായ്മകൾ മുഖാന്തരം അവിടുത്തെ മണ്ണിനും കാലാവസ്ഥയും പരിശോധിച്ച് 16 വിളകൾ പഞ്ചായത്ത് നേരിട്ട് ഉൽപ്പാദിപ്പിക്കും. തുടർന്ന് കീഴല്ലൂർ ബ്രാൻഡ് എന്ന രീതിയിൽ വിപണിയിൽ എത്തും. മധുര 16 കാർഷിക സ്വയം പര്യാപ്ത ഗ്രാമം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കും. ഇതിനായി 8 ലക്ഷം രൂപ വകയിരുത്തും. ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വാർഷിക കാലയളവിലേക്ക് നടത്താൻ ഉദ്ദേശിക്കുന്ന വൈവിധ്യമാർന്ന വികസന സേവന ക്ഷേമ പ്രവർത്തനങ്ങളുടെയും തുടർച്ചയായി നിർവഹിച്ചു പോരുന്ന പദ്ധതിതര പ്രവർത്തനങ്ങളുടെയും വിവിധ വിഭവങ്ങളുടെ സമാഹരണത്തിനും ചെലവഴിക്കലിന്റെയും സമഗ്ര രേഖയാണ് ഈ ബജറ്റ് തയ്യാറാക്കിയത്. ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്ത് പടിപടിയായി നമ്മുടെ കേരളം ആർജിച്ചെടുത്ത നേട്ടങ്ങൾ നിർണായകമായി പങ്കുവയ്ക്കാൻ കീഴല്ലൂർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. നിർബന്ധിത വകയിരുത്തലുകൾ ഉൾച്ചേർത്തുകൊണ്ടും മുൻകാലങ്ങളിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നതുമായ വൈവിധ്യമാർന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന നിലയിലാണ് ഈ ബജറ്റിനെ നോക്കിക്കാണേണ്ടത്. കർഷകർക്ക് നെല്ലിന് കൂലി, ചെലവും സബ്സിഡിയും നൽകാൻ 1.25 ലക്ഷം രൂപയും, ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡിക്കായി 7.5 ലക്ഷം, കൂൺ കൃഷി, ചെണ്ടുമല്ലി കൃഷി, ഓർക്കിഡ് കൃഷി, ഹൈബ്രിഡ് വിത്ത് വിതരണം, വാഴയിലയ്ക്കായി വാഴകൃഷി തുടങ്ങിയവയ്ക്ക് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വനിതാ സംരംഭകർക്ക് ഫുഡ് ഓൺ വീൽസ്, മൊബൈൽ റെസ്റ്റോറന്റ് എന്നിവയ്ക്കായി 5 ലക്ഷം രൂപ, സ്ത്രീകൾക്കായി ഒരുക്കുന്ന ഫിറ്റ്നസ് സെന്ററിൽ ഉപകരണങ്ങൾ വാങ്ങാൻ 6 ലക്ഷവും, വയോജനങ്ങൾക്ക് ഒത്തുചേരാൻ കൂട് എന്ന പേരിൽ പകൽ വീട് നിർമ്മിക്കാൻ 6 ലക്ഷവും, വയോജനങ്ങൾക്ക് ഉപകരണങ്ങൾ വാങ്ങൽ, വയോജന സംഗമം എന്നിവയ്ക്ക് 3 ലക്ഷവും, പാലിയേറ്റീവ് പരിചരണത്തിന് 15 ലക്ഷവും, ജൈവമാലിന്യ സംസ്കരണത്തിനായി ഓർഗാനിക് കമ്പോസ്റ്റിംഗ് ബിന്നുകളുടെ വിതരണം നടപ്പിലാക്കുന്നതിന് 10 ലക്ഷം, ജലസംരക്ഷണ പദ്ധതിക്ക് 18 ലക്ഷവും, ശ്മശാനത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ പണം വകയിരുത്തും. ഓരോ വാർഡിലും കളിക്കളം നിർമ്മിക്കാൻ പൊതുജന സഹകരണത്തോടെ സ്ഥലം കണ്ടെത്തിയാൽ കളിക്കളം നിർമ്മിക്കാൻ പകുതി പണം പഞ്ചായത്ത് നൽകും. അതിനായി 10 ലക്ഷം വകയിരുത്തും. തെരുവ് നാടക ട്രൂപ്പ് രൂപീകരിക്കും. ലൈഫ് ഉൾപ്പെടെ ഭവന പദ്ധതികൾക്കായി 51 ലക്ഷം രൂപ, ഭിന്നശേഷിക്കാർക്ക് ഫിസിയോതെറാപ്പിക്കായി സ്നേഹസ്പർശം പദ്ധതിക്ക് 2 ലക്ഷം രൂപ. വിമാനത്താവളം വന്നതോടെ വനം കുറഞ്ഞ പഞ്ചായത്തിൽ മിയാവാക്കി വനവൽക്കരണം നടപ്പിലാക്കുമെന്നും ഭരണസമിതി പറഞ്ഞു. അതോടൊപ്പം തന്നെ സേവന മേഖലയിൽ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളും ഈ ബഡ്ജറ്റിനകത്ത് പ്രഖ്യാപിക്കുകയുണ്ടായി. ആരോഗ്യ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ലക്ഷ്യമിടുന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് മേഖലയിലാണ്. അതിനുവേണ്ടിയുള്ള പ്രത്യേക ഫണ്ടുകളും വകയിരുത്തുകയുണ്ടായി. ആരോഗ്യ മേഖലയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി വിളർച്ച രോഗം തടയുക എന്നുള്ളതാണ്. പൊതുവേ ഇന്ത്യയിൽ കേരളത്തിലാണ് വിളർച്ച രോഗം കുറവുള്ള ഒരു സംസ്ഥാനം. എന്നാൽ പൂർണ്ണമായും വിളർച്ചയ്ക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കണം എന്ന് തീരുമാനിച്ചു. 31,83,10,909 രൂപ ആകെ വരവും 26,85,44,388 രൂപ ആകെ ചെലവും 4,97,65,621 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ബജറ്റ് അവതരണത്തിൽ പ്രസിഡന്റ് സി സജീവൻ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ പ്രഭാകരൻ, ടി രുദ്ദീഷ്, വി ജസ്ന, പഞ്ചായത്ത് സെക്രട്ടറി എസ് അജി എന്നിവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. നിങ്ങളുടെ വീട്, നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ ആഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.